രാജ്യത്ത് അനുദിനം ഇന്ധനവില കൂടുകയാണ്. കഴിഞ്ഞ 11 ദിവസത്തിനകം 4ാം തവണയും എണ്ണ കമ്പനികൾ ഇന്ധനവില കൂട്ടി. പെട്രോളിന് ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചത്. ഇതോടെ പെട്രോളിന് 7.35 രൂപയുടെയും ഡീസലിന് 7.53 രൂപയുടെയും വർധനയാണ് ഉണ്ടായത്. നികുതികളും ചേരുമ്പോൾ 10 രൂപയുടെ വർധനവാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഡീസലിന്റെ വില ലിറ്ററിന് 100 രൂപയ്ക്ക് മുകളിൽ എത്തിയത് ചരക്കുകൂലിയും ഗതാഗത ചെലവും സ്വാഭാവികമായും കൂടാൻ ഇടയാക്കുകയും അത് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന്റെ രൂപത്തിൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യയിലെ ഇനിയും പരിഹരിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് പ്രധാനമായും ഇത്തരമൊരവസ്ഥ രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നതിനെ തുടർന്ന് നഷ്ടം നികത്തുന്നതിന്റെ ഭാഗമായാണ് എണ്ണ കമ്പനികൾ വില ഉയർത്തുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുന്നതും രാജ്യത്ത് പാചകവാതക ഇന്ധന പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. ഇന്ധനത്തിന്റെ വിലയിൽ പകുതിയും കേന്ദ്ര സംസ്ഥാന നികുതികളാണ്. എല്ലാ സർക്കാരുകളുടെയും ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിലൊന്ന് ആണിത്. അതിനാൽ ഈ പ്രതിസന്ധിയുടെ എല്ലാ ഭാരവും ജനങ്ങളുടെ മേൽ വരുന്നത് ഒഴിവാക്കാൻ നികുതിയിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒരുപോലെ കഴിയുന്നത്ര കുറവ് വരുത്താനുള്ള തീരുമാനമാണ് ആദ്യം എടുക്കേണ്ടത്. അതൊരു ഹ്രസ്വകാല ആശ്വാസ നടപടിയാകും. എന്നാൽ ദീർഘകാല പദ്ധതികൾ നടപ്പാക്കി ഇത്തരം പ്രതിസന്ധികൾ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട സന്ദർഭം കൂടിയാണിത്. ഇന്ധനവില നിയന്ത്രണ അധികാരം കേന്ദ്ര സർക്കാർ കൈയൊഴിയുകയും അതിനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് നൽകുകയും ചെയ്തതോടെ എണ്ണ കമ്പനികൾ തോന്നുംപടി വില കൂട്ടുന്ന സ്ഥിതി വന്നതാണ് ഗുരുതര സാഹചര്യം ഒരുക്കിയത്. പെട്രോൾ വില നിർണയാധികാരം 2ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് 2010 ജൂൺ 26-നാണ് കമ്പനികൾക്ക് വിട്ടു നൽകിയത്. NDA ഗവൺമെന്റ് വന്നപ്പോൾ 2014 ഒക്ടോബർ 19-ന് ഡീസൽ വില നിശ്ചയിക്കാനുള്ള അധികാരവും കമ്പനികൾക്ക് നൽകി. ഈ ഘട്ടത്തിൽ സബ്സിഡിയും പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു. 2020 മാർച്ച് 1 മുതൽ മണ്ണെണ്ണ സബ്സിഡിയും നിർത്തലാക്കി. അതോടെ ഇന്ധന ഉപയോഗത്തിൽ സാധാരണക്കാരന് ലഭിച്ചിരുന്ന എല്ലാ പരിരക്ഷയും അവസാനിക്കുന്നു. എണ്ണ കമ്പനികൾ പറയുന്ന നഷ്ടത്തിന്റെ കണക്കിന് സാധാരണ മനുഷ്യരുടെ ജീവിതം തീരെഴുതേണ്ട അവസ്ഥയായി മാറി. US-ഇറാൻ സംഘർഷത്തെ തുടർന്നുണ്ടായ അടിയന്തര സാഹചര്യം നേരിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. UAE സന്ദർശനത്തിലൂടെ ഇന്ത്യക്ക് 3 കോടി ബാരൽ എണ്ണ ലഭിക്കാനുള്ള കരാറിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ മേലുള്ള ഭാരം കുറയ്ക്കാൻ സർക്കാരുകൾ ഹ്രസ്വകാല ദീർഘകാല ആശ്വാസ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. വിലക്കയറ്റത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ജനങ്ങളും പുതിയ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതും അതിനെ സർക്കാർ പ്രോത്സാഹിപ്പിക്കേണ്ടതും ആവശ്യമാണ്. ഇന്ധന ചെലവ് കൂടുമ്പോൾ ഓട്ടോ, ബസ്, ട്രെയിൻ തുടങ്ങിയ ഗതാഗത മാർഗങ്ങളുടെ ചെലവ് കൂടുന്നത് സാധാരണക്കാരന്റെ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കും. ഇത് അതിജീവിക്കാൻ വിദഗ്ധർ പല മാർഗങ്ങളും ഉപദേശിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനം ഒരേ സ്ഥലത്ത് ഓട്ടോയിലും ടാക്സിയിലും മറ്റും ഷെയർ ചെയ്ത് യാത്ര ചെയ്യാൻ തയ്യാറാകുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഓട്ടോയിൽ 30 രൂപയുടെ ദൂരം 3 പേർ ഷെയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് 10 രൂപ ചെലവ് വരും. അതുപോലെ ഒരേ സ്ഥലത്ത് നിന്നും പതിവായി ഓഫീസിൽ പോകുന്നവർ ചേർന്ന് എല്ലാ ദിവസവും സ്വന്തം കാറിൽ ഒറ്റയ്ക്ക് പോകുന്നത് ഒഴിവാക്കി കാർ പൂളിംഗ് രീതികൾ സ്വീകരിക്കണം. അതോടൊപ്പം പൊതുഗതാഗതത്തിന്റെ സൗകര്യം ആധുനിക രീതിയിൽ മെച്ചപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ധനം വേണ്ടിവരുന്നത് വാഹനങ്ങളുടെ ഉപയോഗത്തിനായാണ്. ഇലക്ട്രിക് കാറുകളുടെ കടന്നുവരവ് ഇതിനൊരു പരിഹാരമാകുന്ന രീതിയിൽ വർദ്ധിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടുമ്പോൾ എണ്ണ കമ്പനികൾ വില കൂട്ടുമെങ്കിലും കുറയുമ്പോൾ അതിനനുസരിച്ചുള്ള വില കുറയ്ക്കാറില്ല. നേരത്തെ ഉണ്ടായ നഷ്ടം നികത്താനാണിതെന്നാണ് കമ്പനികളുടെ വാദം. ഇത് മാർക്കറ്റ് തത്വങ്ങൾക്ക് നിരക്കുന്നതല്ല. ഈ രീതിയും മാറ്റമുണ്ടാകേണ്ടതാണ്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭക്ഷ്യവിതരണ വകുപ്പുകൾ മാർക്കറ്റിൽ ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ട സന്ദർഭം കൂടിയാണിത്. ചെലവ് കൂടുകയും വരവ് അതിനനുസരിച്ച് കൂടാതിരിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകും. സ്വാഭാവികമായും ഇതിന്റെ കുറ്റം അവർ സർക്കാരിലാവും കാണുക. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയുള്ള ആശ്വാസ നടപടികളാണ് ഭരണകർത്താക്കളിൽ നിന്ന് അടിയന്തരമായി ഉണ്ടാകേണ്ടത്. അതേസമയം വിമാന ഇന്ധന വില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ പ്രമുഖ വിമാന കമ്പനികളായ എയർ ഇന്ത്യയും ഇൻഡിഗോയും സർവീസുകൾ വെട്ടിച്ചുരുക്കാൻ ഒരുങ്ങുകയാണ്. ആഭ്യന്തര അന്തർദേശീയ റൂട്ടുകളിലെ സർവീസുകളുടെ എണ്ണത്തിൽ അടുത്ത 3 മാസത്തേക്ക് ഗണ്യമായ കുറവ് വരുത്താനാണ് കമ്പനികളുടെ തീരുമാനവും. ഇന്ധന ചെലവ് ക്രമാതീതമായി ഉയർന്നത് വ്യോമയാന മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തിലാണ് കമ്പനികൾ ഈ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നത്. ആഗോള വിപണിയിലെ അസംസ്കൃത എണ്ണവിലയിൽ ഉണ്ടായ വ്യതിയാനത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇന്ത്യയിൽ വിമാന ഇന്ധനവില കുത്തനെ ഉയരുകയാണ്. എയർലൈൻ കമ്പനികളുടെ ആകെ പ്രവർത്തന ചെലവിന്റെ 40% ഇന്ധനത്തിന് ആയാണ് നീക്കിവെക്കുന്നത്. വിലക്കയറ്റം മൂലം ലാഭവിഹിതത്തിൽ വലിയ ഇടിവുണ്ടായതോടെയാണ്
വിമാന സർവീസുകളുടെ എണ്ണം താൽക്കാലികമായി കുറച്ച് പ്രതിസന്ധി മറികടക്കാൻ എയർ ഇന്ത്യയും രാജ്യത്തെ ഏറ്റവും വലിയ ആഭ്യന്തര വിമാന കമ്പനിയായ ഇൻഡിഗോയും തീരുമാനിച്ചത്. തിരക്ക് കുറഞ്ഞ റൂട്ടുകളിലെയും ചില പ്രധാന നഗരങ്ങളിലേക്കുമുള്ള പ്രതിദിന സർവീസുകളെയായിരിക്കും ഈ തീരുമാനം പ്രധാനമായും ബാധിക്കുക. വ്യോമയാന കമ്പനികളുടെ ഈ പുതിയ നീക്കം വരും ദിവസങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയരാൻ കാരണമാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. യാത്രക്കാരുടെ എണ്ണം കൂടുതലുള്ള റൂട്ടുകളിൽ സർവീസുകൾ കുറയുന്നതോടെ ഡിമാൻഡ് വർദ്ധിക്കുകയും ഇത് സാധാരണക്കാരായ യാത്രക്കാർക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുകയും ചെയ്യും. ഏതായാലും ഇന്ധനവില വർധനവ് രാജ്യത്തെ ജനങ്ങളെ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ കരുതലോടെ മറികടക്കാമെന്നത് ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. യുദ്ധം അവസാനിക്കാത്ത പശ്ചാത്തലത്തിൽ ഇനിയും പ്രതിസന്ധികൾ വർദ്ധിക്കാനുള്ള സാഹചര്യം വളരെ വലുതാണെന്നതും ഒരു ആശങ്ക തന്നെയാണ്.